So, last class we were discussing about organization model. അല്ലേ? ഓർഗനൈസേഷൻ മോഡലിൻ്റെ എന്താണ് ഓർഗനൈസേഷൻ മോഡൽ, എന്തിനാണ് ഓർഗനൈസേഷൻ മോഡൽ, ഹൗ ഇറ്റ് വർക്ക്സ് അല്ലേ? ഒരു 2 ലെയർ ഓർഗനൈസേഷൻ മോഡൽ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സോ ഹോപ്പ് യു ഓൾ റിമെമ്പർ. ഇത് ഞാൻ രണ്ടാമതും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ ഓർഗനൈസേഷൻ മോഡൽ? ഇനി നമുക്കുള്ളത് 3 മോഡലാണ്: ഫംഗ്ഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾ മോഡൽ. ഓക്കെ, ഫംഗ്ഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾ മോഡൽ. സോ എന്താണ് ഫംഗ്ഷൻ മോഡൽ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ മോഡൽ. അപ്പം ഒരു ജനറൽ ഫംഗ്ഷൻ മോഡലിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഞാൻ ഫിഗർ മാത്രമേ വെച്ചുള്ളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതിനും ഈ ടോട്ടൽ സിസ്റ്റം, ഈ ഫങ്ഷൻ ഓഫ് ദ സിസ്റ്റം, അത് നമ്മൾ 3 ലെയറായിട്ട് ശരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാം. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ ആൻഡ് തേർഡ് ലെയർ. അപ്പോൾ എന്തൊക്കെയാണ്, എന്തിനാണ്, ദ പർപ്പസ് എന്താണെന്നുള്ള രീതിയിൽ ആദ്യം പറയാം. ഓക്കെ, സോ ദ ഫങ്ഷൻ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം. എന്തിനാണ് ഫങ്ഷൻ മോഡലിംഗ്? ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് അതിനെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ മോഡലിൻ്റെ ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ദ പർപ്പസ് ഓഫ് ദ ഫംഗ്ഷൻ മോഡൽ ഓഫ് എ DM സിസ്റ്റം ഈസ് ടു ക്ലാരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഓക്കെ, ദർ വിൽ ബി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം അല്ലേ? കുറേ ഫങ്ഷൻസ് ഉണ്ടാവും ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൽ. അപ്പം ഏതാണ് കമ്പൽസറി ഫങ്ഷൻസ്, അതിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, അത് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് തമ്മിൽ എന്തൊക്കെയാണ് റിലേഷൻഷിപ്പ്, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ള, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫങ്ഷൻ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിൻ്റെ പർപ്പസ്. ഓക്കെ, സോ ഒരു സ്പെസിഫിക് ഡിസൈൻ അതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ട്രക്ചർ, ഒരു ഫംഗ്ഷൻ മോഡലിൻ്റെ ജനറൽ സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ഒരു ഹൈറാർക്കി തിയറി ഓഫ് സിസ്റ്റം സയൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് വെച്ച് ആണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഓഫ് സിസ്റ്റത്തിനെ 3 ഡിവൈഡ് ചെയ്യുന്നത്, 3 ലെയറായിട്ട്. ദ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ ആൻഡ് തേർഡ് ലെയർ. ഓക്കെ, ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു ലെയർ അല്ലേ, VACC എന്ന് പറയുന്നത്. ഓക്കെ, ആ ലെയറിനെയാണ് VACC ആൻഡ് അലയൻസ് മെമ്പർ, അതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെയർ VACC എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? വെർച്വൽ അഫയേഴ്സ് കോഓപ്പറേറ്റീവ് സെന്റർ. അതായത് ദിസ് ഇസ് ദ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ വെർച്വൽ മാനുഫാക്ചറിങ് അലയൻസ്, റൈറ്റ്? വെർച്വൽ മാനുഫാക്ചറിങ് അലയൻസിന്റെ മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെർച്വൽ അഫയേഴ്സ് കോഓപ്പറേറ്റീവ് സെന്റർ, VACC അല്ലേ? ആൻഡ് VACC ആൻഡ് അലയൻസ് മെമ്പേഴ്സ് കൺസിസ്റ്റ് ചെയ്ത ആ ലെയറിനെയാണ് നമ്മൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിലാണ് VACC ആൻഡ് അലയൻസ് മെമ്പേഴ്സ് ഉള്ളത്. ഓക്കെ, സോ ദീസ് VACC ടേക്ക് കെയർ ഓഫ് ടാസ്ക് കളക്ഷൻസ്, ടാസ്ക് അലോക്കേഷൻസ്, കോർഡിനേഷൻ മാനേജ്മെന്റ്, ഓക്കെ, ത്രൂ 3 സബ് സിസ്റ്റംസ്. ഓക്കെ, ഒരു 3 സബ് സിസ്റ്റത്തിലൂടെ VACC എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാസ്ക് അലോക്കേറ്റ് ചെയ്യും അല്ലേ? അത് നമ്മൾ ഓൾറെഡി അറിയാം, നമുക്ക് പഠിച്ചല്ലേ, ഓർഗനൈസേഷൻ മോഡലിൽ പഠിച്ചല്ലേ. ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ മാനേജ്മെന്റ് ചെയ്യും. ഓക്കെ, VACC. സോ 3 സബ് സിസ്റ്റംസ് ആണ് നിങ്ങൾ ആ VACCന്റെ തൊട്ട് താഴെ എഴുതിയിട്ട് ജസ്റ്റ് ഒരു ടാർഗറ്റ്. ഓക്കെ, ടാർഗറ്റ് ജനറേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് കോർഡിനേഷൻ ആൻഡ് ഡിസിഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ, കോർഡിനേറ്റിംഗ് ആൻഡ് ഡിസിഷൻ കൺട്രോൾ, പ്രോബ്ലം ഇവാലുവേഷൻ. ആ 3 VACCന്റെ തൊട്ട് താഴെയായിട്ടൊരു സംഭവം ഉണ്ടോ? അത് ഈ 3, റൈറ്റ്? ഇതാണ് VACCന്റെ 3 സബ് സിസ്റ്റംസ്. സോ ഈ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് ടാസ്ക് അലോക്കേറ്റ് ചെയ്യുന്നതും കോർഡിനേഷൻ മാനേജ്മെന്റ് ചെയ്യുന്നതും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഗോൾ ജനറേഷൻ. അതായത് ഏതാണ് ടാർഗറ്റ് എന്താണ് എന്ന് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, വിൽ ഓർഗനൈസ് ആൻഡ് കോർഡിനേറ്റ് ആൻഡ് വിൽ ടേക്ക് ദ ഡിസിഷൻ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് പ്ലസ് ദാറ്റ് ഡിസിഷൻ കൺട്രോൾ അതൊക്കെ വരുന്നു. ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. ആൻഡ് ദ പ്രോബ്ലം ഇവാലുവേറ്റിംഗ്. ഓക്കെ, ഈ 3 സബ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി VACC വിൽ ടേക്ക് കെയർ ഓഫ് ടാസ്ക് അലോക്കേഷൻ, കോഓർഡിനേഷൻ മാനേജ്മെന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ
ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലൈനില്ലേ, ഇവിടുന്ന് തൊട്ട് മേലോട്ടാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ലെയർ. So alliance members accomplish tasks through relevant subsystems in second layer. Alliance members ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടാസ്ക് സെക്കൻഡ് ലെയറിലുള്ള സബ്സിസ്റ്റത്തിലൂടെയാണ് കാണിക്കുന്നത്. സോ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ലെയർ ഈസ് എ ലെയർ ഓഫ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിന്റെ ലെയർ ആണ് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് കൺസിസ്റ്റ് ഓഫ് സബ്സിസ്റ്റംസ് റിലേറ്റഡ് ടു പ്രൊഡക്റ്റ് ഡിസൈൻ. നിങ്ങൾക്ക് കാണുന്നില്ലേ, അലയൻസ് ഡിസോൾവിങ് അല്ലെ, പ്രൊഡക്റ്റ് ഡിസൈൻ, പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് ക്വാളിറ്റി, റൈറ്റ്? സോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സബ്സിസ്റ്റം ശരിക്ക് നമുക്ക് അലയൻസ് മെമ്പേഴ്സിന് കിട്ടുന്ന ടാസ്ക് ഈ സബ്സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് സബ്സിസ്റ്റംസ് is a layer of problem solving. Okay, so second layer is a layer of problem solving, and this consists of subsystems related to product design, production and management. Productum, product design, product management ആണ് ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിന് താഴോട്ടേക്ക് വരുന്നത് this third layer, it consists of generalized knowledge system. Okay, generalized ആയിട്ടുള്ള knowledge system. Okay, it stores manufacturing data, manufacturing methods, relevant models and knowledge of manufacturing and management. അപ്പം ജനറലൈസ്ഡ് നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉള്ള സിസ്റ്റമാണ്. ഓക്കെ, സോ ദ ടോട്ടൽ ഫങ്ഷൻ മോഡൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ദിസ് ഫങ്ഷൻ മോഡൽ കൺസിസ്റ്റ് ഓഫ് 3 layers അക്കോർഡിംഗ് ടു ദ ഹൈറാർക്കി തിയറി ഓഫ് സിസ്റ്റം സയൻസ്. അപ്പം എന്തിനാണ് ജനറൽ ഫങ്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ടാകും ഒരു സിസ്റ്റം ആകുമ്പോൾ അല്ലെ. ദാറ്റ് സിസ്റ്റംസ് വിൽ ഹാവ് ദർ ഓൺ റിക്വയർമെൻറ്റ്. അപ്പം അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ ക്ലാരിറ്റി വരുത്തുക, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പർപ്പോസാണ് ഫങ്ഷൻ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ pretty much guidance for specific design and implementation of the system. Okay, അപ്പം ഇത് 3 ലെയർ ആയിട്ടാണ് പറയുക. ഫസ്റ്റ് ലെയറിൽ VACC ആൻഡ് അലയൻസ് മെമ്പേഴ്സ് ഉണ്ടാവും. VACC വിൽ ടേക്ക് കെയർ ഓഫ് ദ ടാസ്ക് അലോക്കേഷൻസ്. അത് 3 സബ്സിസ്റ്റത്തിലൂടെയാണ് അവർ അത് ചെയ്യുക. ഓക്കെ, ത്രൂ 3 സബ്സിസ്റ്റംസ്. ആ സബ്സിസ്റ്റംസ് ആണ് ഒന്ന് ഗോൾ ജനറേഷൻ അല്ലെങ്കിൽ ടാർഗറ്റ് ജനറേഷൻ എന്ന് പറയും. രണ്ടാമത്തത് ഓർഗനൈസേഷൻ, കോർഡിനേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അല്ലെ, ഡിസിഷൻ കൺട്രോൾ. മൂന്നാമത്തത് പ്രോബ്ലം ഇവാലുവേഷൻ. അപ്പം ഈ ഒരു 3 സബ്സിസ്റ്റത്തിലൂടെ VACC വിൽ ടേക്ക് കെയർ ഓഫ് ദ ടാസ്ക് അലോക്കേഷൻ. ദീസ് അലയൻസ് മെമ്പേഴ്സിന്റെ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ലെയറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കണക്ഷൻ കാണിക്കുന്നത് അല്ലെ. 2 എയറോസ് കാണുന്നില്ലേ അല്ലെ, ഡബിൾ എയറോസ് ഇട്ടിട്ട് അലയൻസ് മെമ്പേഴ്സ് ഇങ്ങോട്ടേക്ക് ഡബിൾ എയറോസ് ഇട്ട് കാണുന്നില്ലേ. സോ ദീസ് അലയൻസ് മെമ്പേഴ്സ് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നത്, അതായത് VACC പറയുന്ന കാര്യങ്ങൾ അലയൻസ് മെമ്പേഴ്സ് ടാസ്ക് ചെയ്ത് തീർക്കുന്നത് ബൈ യൂസിങ് ദി സെക്കൻഡ് ലെയർ. അതായത് ആ സെക്കൻഡ് ലെയറിന്റെ റിലേഷൻഷിപ്പ് ആണ് ശരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സെക്കൻഡ് ലെയറിൽ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡിസൈൻ, പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇതാണ് കറക്റ്റ്ലി, അതായത് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ലെയർ പറയുന്നത്. ഓക്കെ, തേർഡ് ലെയർ കൺസിസ്റ്റ് ഓഫ് സ്റ്റോറിങ് ഡാറ്റ, മാനുഫാക്ചറിങ് മെത്തേഡ്, ഡാറ്റാസ്, മോഡൽസ്, അതിന് നോളജ്, മാനേജ്മെന്റ് നോളജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ലെയർ പറയുന്നത്. സോ ഇഫ് ദേ ആസ്ക്ഡ് വാട്ട് ഡിഫൈൻ ഫംഗ്ഷൻ മോഡൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫംഗ്ഷൻ മോഡൽ, നിങ്ങൾക്ക് ഇത് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തായാലും VACCയും ഈ 3 സാധനം അലയൻസ് മെമ്പേഴ്സും ഉണ്ടാവണം. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫുൾ ഇങ്ങനെ തന്നെ പറ്റുമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ്, പ്രോഡക്റ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അലയൻസ് ഡിസോൾവ് ആൻഡ് റീ എഞ്ചിനീയറിംഗ്, കസ്റ്റമർ സർവീസ്, പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ, പ്രൊഡക്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ്, റിസോഴ്സ് ഒപ്റ്റിമൈസ് മാനേജ്മെന്റ്, പ്രൊഡക്റ്റ് കൊളാബറേറ്റിംഗ് അല്ലെ, പ്രൊഡക്റ്റ് കൊളാബറേഷൻ ഡിസൈൻ, പ്രൊഡക്റ്റ് ഡിമാൻഡ് അനാലിസിസ്. ഇതൊക്കെ എന്തിന്റെ ബേസിസ് ആണ് ശരിക്കും പറഞ്ഞാൽ? ഒരു പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈനിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് അല്ലെ.
ഈ കംപ്ലീറ്റ് ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പ്രോബ്ലം സോൾവിങ് ലെയർ ആയിട്ട് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ മൂന്നെണ്ണം ഓക്കെ അല്ലേ? ഈ 3 ലെയർ എന്താണ് ഫംഗ്ഷൻ മോഡൽ എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ്, ഓക്കെ. അടുത്തത് ഇൻഫോർമേഷൻ മോഡൽ. ഓക്കെ, ഇൻഫോർമേഷൻ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ്. അപ്പം എന്താണ് ഇൻഫർമേഷൻ മോഡൽ എന്ന് പറയുന്നത്? അതായത് വളരെ റീസണബിൾ ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ സ്റ്റോറേജിന് വേണ്ടി ആണ് ഇൻഫർമേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ടു യൂസ് അപ്രോച്ചസ് ഫോർ ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ സ്ട്രക്ചർ എന്നാണ് പറയുക. അതായത് വളരെ കൺവീനിയൻ്റ് വേയിൽ നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോറേജ് ചെയ്യുന്നു. ഓക്കെ, അതായത് ടോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ഫിസിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? ടോട്ടൽ സ്ട്രക്ചർ, ടോപ്പോളജിക്കൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫോം ഓൺ ദ ടോപ്പോളജിക്കൽ ഫോം കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എത്ര കൺവീനിയൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര റീസണബിൾ ആണ് എന്ന് മനസ്സിലാക്കുക, അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇൻഫോർമേഷൻ മോഡലിനെ പറ്റി പറയുന്നത്. ഓക്കെ, സോ ഇൻഫോർമേഷൻ മാനേജ്മെന്റ് can use a 2-layer management structure എന്നാണ് പറയാ. 2-layer management structure. The first one is inter-domain structure and the second one is intra-domain structure. ആ 2 സ്ട്രക്ചർ ആണ് നിങ്ങളുടെ മുന്നിൽ ഫിഗർ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, റൈറ്റ്. there are 2 ലെയർ ഓഫ് മാനേജ്മെന്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇൻഫോർമേഷൻ മാനേജ്മെന്റിനോട് പറ്റി പറയാം നമുക്ക്. That is 2 layers. Okay, the first one is inter-domain management of members information. Second one is intra-domain management of resource information. First one is members information and second one is resource information. So ഈ രണ്ടും കൂടി, അതായത് ഇൻഫോർമേഷൻ ഇൻട്രാഡൊമൈനും ഇന്റർഡൊമൈനും രണ്ടും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഫോർമേഷൻ സ്ട്രക്ചർ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻഫർമേഷൻ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ശരിക്ക് 2 ലെയറിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 layers. One is inter-domain management of members information. Second one is intra-domain management of resource information. Inter-domain information structure and intra-domain information structure. അതാണ് നിങ്ങൾ എയും ബിയും ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ ഒരു 2 ലെയർ അല്ലേ, ഇതൊരു 2 ലെയർ ആണ് അല്ലേ. ഒരു 2 ലെയർ 3 ടൈപ്പ് സ്ട്രക്ചർ ആണ് ഇന്റർ ഡൊമൈൻ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനത്തിന് വരുന്നത്. ഓക്കെ, ഓക്കെ സർ. ഓക്കെ, സോ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ മാനേജ്മെന്റ്. ഓക്കെ, ഫോർ ദ മാനേജ്മെന്റ് ഓഫ് മെമ്പർ ഇൻഫർമേഷൻ, സ്റ്റോറിംഗ് ദ ഇൻഫർമേഷൻ സെന്റർ ഓഫ് VACC. അതായത് VACC എന്ന് പറയുന്നതല്ലേ, VACC നമ്മൾ പറഞ്ഞ അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റൽ അല്ലെ, മാനേജ്മെന്റൽ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫോർമേഷൻസ്, മെമ്പർ ഇൻഫോർമേഷൻസും ആ എൻറ്റയർ സിസ്റ്റത്തിന്റെ ഇൻഫോർമേഷൻ സെന്റർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ടിയാണ് ഈ 2 ലെയർ 3 ടൈപ്പ് സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇന്റർ ഡൊമൈൻ മാനേജ്മെന്റ് സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് DN0, DN1, DN അല്ലെ, DN1 to അങ്ങനെ. അപ്പോൾ DN1, DN2, DN3 അപ്പോൾ അപ് ടു DNN എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. DN1, DNI എന്ന് പറയുന്നില്ലേ, ടു DNN. സോ DN1, DN2, DN3, DN4, DN5 അപ് ടു എത്ര വേണമെങ്കിലും. സോ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DN0 എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഡൊമൈൻ നോഡ് എന്നാണ് പറയുക. മാനേജ്മെന്റ് ഡൊമൈൻ നോഡ്, DN ഡൊമൈൻ നോഡ്, DN എന്ന് ഉദ്ദേശിക്കുന്നത് ഡൊമൈൻ നോഡ് എന്നാണ്. ഓക്കെ, DN മാനേജ്മെന്റ് ഡൊമൈൻ നോഡ്. ഓക്കെ, ഇതാണ് റൂട്ട് നോഡ് ഓഫ് ദ ഡൊമൈൻ മാനേജ്മെന്റ് എന്ന് പറയാം. മാനേജ്മെന്റ് ഡൊമൈനിന്റെ റൂട്ടാണ് DN0 എന്നാണ് പറയാം. സോ ഇവിടെ നിന്ന് DN1, DN2, DN3 അപ് ടു DNN എന്ന് പറയുന്നത് ലീഫ് നോഡ്. നമ്മൾ ട്രീ തന്നെ, പക്ക ട്രീ. ഇത് റൂട്ട്, ഇത് കുറെ ലീവ്സ്. ഓക്കെ, സോ അങ്ങനെയാണ് പറയപ്പെടുന്നത്. സോ DN1 അല്ലെ, DN1 എന്ന് പറയുന്നത്, DN2 എന്ന് പറയുന്നത്, DN3 എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഡൊമൈൻ നോഡാണ്. ഇതൊക്കെ മെമ്പേഴ്സ് റിലേഷൻഷിപ്പും മെമ്പേഴ്സിന്റെ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ എൻറ്റയർ സിസ്റ്റം
ഷെയർ ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. DN0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാനേജ്മെന്റ് ഡൊമൈൻ നോഡ്. ഓക്കെ, റൂട്ട് നോഡ്. അതിപ്പോൾ DN0 എന്ന് പറയുന്നത് റൂട്ട് നോഡ്, ഡൊമൈൻ നോഡ്, റൂട്ട് ഡൊമൈൻ അല്ലെ, മാനേജ്മെന്റ് ഡൊമൈൻ നോഡ് DN0. DN1 DN2 എന്നൊക്കെ പറയുന്നത് മെമ്പേഴ്സ് ഡൊമൈൻ നോഡ്. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് ഇൻട്രാ ഡൊമൈൻ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇൻട്രാ ഡൊമൈൻ ഇൻഫർമേഷൻ മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ you can see DNI. It starts with DNI, right? DNI1, DNI2, DNI3, DNI something അല്ലേ. ഇനി ഈ DNI1 തന്നെ DNI11, DNI12, DNI അല്ലേ, അങ്ങനെ പോകുന്നുണ്ട്. സോ DNI is the root node here. Okay, DNI is the root node. അപ്പം DNI1, I2, I2, IM1 വരെയുള്ളത് these are leaves node. Okay, the amount of large categories in the system information classifies is ML. ML എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും ലാർജ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, സോ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈച്ച് കാറ്റഗറി ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഓക്കെ കൺസ്ട്രക്ട് നോഡ്സ്. ഈ വീണ്ടും ഇപ്പൊ ഈ DN1 DN2 എന്ന് പറയുന്നത് ഇതിനെ വീണ്ടും നമുക്ക് എന്താക്കാം, സബ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ DN2നെ വീണ്ടും നമുക്ക് വേണമെങ്കിൽ സബ് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഓക്കെ, എത്ര സിമിലാരിറ്റി നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് മെമ്പേഴ്സ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും റിസോഴ്സ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. ഓക്കെ, റിസോഴ്സ് ഇൻഫർമേഷൻ മെമ്പേഴ്സ് ഇൻഫർമേഷൻ അല്ല, റിസോഴ്സ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, സോ എന്തിനാണ് ഒരു ട്രീ ടൈപ്പ് ഇൻഫർമേഷൻ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു ആഡ് ആൻഡ് ഡിലീറ്റ് ആൻ ഇൻഫർമേഷൻ നോഡ്. പുതിയതായിട്ട് ഒരു ഇൻഫർമേഷൻ നോഡ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഓക്കെ, ഓക്കെ സർ. ഒരു പുതിയ നോഡ് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും വരാനില്ല, ഒരു പുതിയ നോഡ് ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ്സ് ഓഫ് എനി അതർ നോഡ്. ഇപ്പം DN1 ഉണ്ട്, പുതിയ DN2 ആഡ് ചെയ്ത്, ഇനി നമുക്ക് കുറച്ച് DN2 ഡിലീറ്റ് ചെയ്ത്, പക്ഷെ അത് DN1നെ എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, DN1L എന്ന് പറയുന്നത്. സോ അതാണ് ഈ ട്രീ ടൈപ്പ് സ്ട്രക്ചർ ആക്കാൻ കാരണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ലൈക്ക് മാനേജ്മെന്റ് ഓഫ് മെമ്പേഴ്സ് ഇൻഫർമേഷനും മാനേജ്മെന്റ് ഓഫ് റിസോഴ്സ് ഇൻഫർമേഷനും വരാൻ കാരണം. ഇനി മാനേജ്മെന്റ് ഓഫ് റിസോഴ്സ് ഇൻഫർമേഷനിൽ തന്നെ DNIL, I2, I3 എല്ലാം പറഞ്ഞില്ലേ, ഇതിൽ ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ DN1ന് സിമിലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ DN1ലോട്ട് പോകുന്നു. ദെൻ വി സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു 3. അങ്ങനെ മനസ്സിലായോ, 3 or 4 or 5 കാര്യം മനസ്സിലായല്ലേ. ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്തൊക്കെയോ ബേസിസിൽ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഒരു ഏകദേശം ഇൻഫർമേഷൻസ് കറക്റ്റായ ആൾക്കാരെ വീണ്ടും നമുക്ക് ഈ ഒരു 4എണ്ണത്തിനുള്ളിൽ നമുക്ക് മറിക്കാൻ പറ്റുന്നു, റൈറ്റ്? അങ്ങനെ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 കണ്ടീഷൻ വെച്ചു, ആ 4 കണ്ടീഷനിൽ പിന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ വീണ്ടും കൊണ്ടിടുന്നു. ഓക്കെ, ആ ഒരു രീതിയിൽ. സോ എനിവൺ ക്യാൻ ഡിലീറ്റ് ഓർ ഇഫ് ഇറ്റ് ഈസ് ഈസി ടു ഡിലീറ്റ് ആഡ് ഓർ ഡിലീറ്റ് ആൻ ഇൻഫർമേഷൻ നോഡ്. പുതിയതായിട്ട് ഒരു ഇൻഫർമേഷൻ നോഡ് ആഡ് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിക്കൽ ഡാറ്റ വിച്ച് വിൽ നോട്ട് ബി അഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഓഫ് നോട്ട്സ്. നോട്ട്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സ്റ്റാറ്റിക്സോ അനാലിസിസോ മാറുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. സോ ഇൻഫർമേഷൻ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് റീസണബിൾ ആൻഡ് കൺവീനിയൻറ്റ് ഇൻഫർമേഷൻ സ്റ്റോറേജ്. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ മോഡൽ പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയായി? ഓർഗനൈസേഷൻ മോഡലായി, ഫംഗ്ഷൻ മോഡലായി, ഇൻഫർമേഷൻ മോഡലായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സ് പഠിക്കണം, ഇതിൻ്റെയൊക്കെ പ്രോസസ്സ് പഠിക്കണം, ഞാൻ ഈ പറയുന്ന പോലെ എഴുതാൻ പഠിക്കണം. ഓക്കെ, കംപ്ലീറ്റ് തിയറിയാണ്, പഠിച്ചേ പറ്റും. ഓക്കെ, സ്ഥിരമായിട്ട് ഈ 4 ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഇല്ലേ, അതായത് ഫംഗ്ഷൻ മോഡൽ, ഓപ്പറേഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ ആൻഡ് ഓർഗനൈസേഷൻ മോഡൽ, ഈ 4 മോഡൽ ഒന്നുകിൽ 4 ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ചോദിക്കാറുണ്ട്. 100% ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കും. ഓക്കെ, 100% ഷുവറാണ്. ഒരു 10 മാർക്കിൻ്റെ ഒരു ചോദ്യം ഈ സൈഡിൽ നിന്ന് ഷുവറാണ്. ഓക്കെ, അപ്പം ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സുഖമാണ്, ഇത് പഠിക്കാൻ വളരെ സുഖമാണ്. വളരെ ചെറിയ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ, ഇൻഡെപ്ത് പോകുന്നില്ല, മനസ്സിലായോ?
ഇൻഡെപ്ത് പോകുന്നില്ല. ഇപ്പൊ ഇതിൽ തന്നെ ഇന്റർ ഡൊമൈൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് മെമ്പേഴ്സ് ഇൻഫർമേഷൻ ആണ് അല്ലെ. അപ്പൊ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയാണെങ്കിൽ, ബട്ട് ദേ ആർ നോട്ട്. ഓക്കെ, എന്താണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്, എന്താണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്, ലീഫ് നോഡിന്റെ എന്താ പക്ക എന്തൊക്കെയാണ് ലീഫ് നോഡിൽ നടക്കുന്നത്, അത്രക്കാരുടെ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല കാര്യങ്ങൾ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇറ്റ് യൂസസ് അല്ലെ, ദിസ് ഇൻഫർമേഷൻ മോഡൽ ഈസ് എ യൂസ് ടു അപ്രോച്ച് ഒരു ഒപ്റ്റിമൈസേഷൻ, ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ സ്ട്രക്ചറിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, ഇനി ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ എന്ന് പറയുന്ന മോഡൽ. ഈ മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓക്കെ, എന്തിനാണ് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ? ഓക്കെ, ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് ടു implementing the system function and organization structure and for designing a specific operation support platform. ഓക്കെ, അതായത് നമുക്ക് ഒരു സിസ്റ്റം ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളൊരു ഇംപ്ലിമെന്റേഷൻ സൈഡ്, അതിനാണ് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ ഓഫ് ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പം ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ ഓഫ് ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ഇംപ്ലിമെന്റ് ദ സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുക. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ ഓഫ് ഏജന്റ് ബേസ്ഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഒരു ഫിഗർ കാണുന്നില്ലേ, ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ മോഡൽ. നിങ്ങൾ മേലെ കാണുന്ന VACC ഇടി മിന്നലേറ്റ പോലത്തെ ഒരു സാധനമില്ലേ, അതാണ് ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡലിന്റെ സ്ട്രക്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും മേലെ ദ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ സ്ട്രക്ചർ ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് VACC, അലയൻസ് മെമ്പർ 1, അലയൻസ് മെമ്പർ N അല്ലെ, അലയൻസ് മെമ്പർ 1, 2, 3 up to N, അലയൻസ് നമ്പർ N, and which is connected to intranet and internet. Okay, intranet and internet. ഓക്കെ, അതാണ് നമ്മുടെ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ ഓക്കെ സർ. ഓക്കെ, ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് യു മീൻ ബൈ ഇൻട്രാനെറ്റ്? നിങ്ങൾക്ക് അറിയാമല്ലേ? എന്താണ് ഇൻട്രാനെറ്റ്? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ് ശരിക്കും ഇൻട്രാനെറ്റ്. ഒരു ഓതറൈസ്ഡ് യൂസറിന് മാത്രം, ഓക്കെ, ഒരു ഓതറൈസ്ഡ്, എനിക്ക് മനസ്സിലായത്ര ഞാൻ പറഞ്ഞുതരാം ഇൻട്രാനെറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, ഇൻട്രാനെറ്റ് ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിനാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാനെറ്റ്. ഇൻട്രാ മീൻസ് ഇന്റേണൽ. ഓക്കെ, ഇൻട്രാ. ഓക്കെ, ഇൻട്രാനെറ്റ് അതായത് ഒരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഒരു സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അതിനാണ് ഇൻട്രാനെറ്റ്. ഇന്റർനെറ്റ് യു നോ ദാറ്റ് റൈറ്റ്, ഇൻട്രാനെറ്റ് ഓർ ഇന്റർനെറ്റ്. അപ്പോൾ ഇൻട്രാനെറ്റും ഇന്റർനെറ്റും വെച്ച് VACC ആൻഡ് അലയൻസ് മെമ്പേഴ്സ് ആർ കണക്റ്റഡ് അല്ലെ. അതിന്റെ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ മോഡൽ അതിനാണ് പറയുന്നത്. ഓക്കെ, സോ DM സിസ്റ്റം യൂസസ് ഓർഗനൈസേഷൻ മോഡൽ വിത്ത് 2 ലെയർ VACC അല്ലെ ആൻഡ് VWT. ഓർമ്മയില്ലേ? VWT എന്ന് പറയുന്നതും VACC എന്ന് പറയുന്നത് ഓർമ്മയില്ലേ? ഓർഗനൈസേഷൻ മോഡൽ VACC ആൻഡ് VWT അല്ലെ. ആൻഡ് ദിസ് VWT ഈസ് കമ്പോസ്ഡ് ഓഫ് അലയൻസ് മെമ്പേഴ്സ് അല്ലെ. കുറെ അലയൻസ് മെമ്പേഴ്സ് ഉണ്ടാവും VWT അല്ലെ. VWT ആണല്ലോ വർക്കിംഗ് ടീം, വിർച്വൽ വർക്കിംഗ് ടീം എന്ന് പറയുന്നത്. അതിൽ കുറെ അലയൻസ് മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ദസ് ഇൻ ആക്ച്വൽ ഓപ്പറേഷൻ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, virtual enterprise and its organization structure is constituted by a particular member of running nodes on intranet or internet. അപ്പോൾ ഈ ഇൻട്രാനെറ്റ് ഓർ ഇന്റർനെറ്റ്, ദീസ് നോഡ്സ് ആർ VACC ആൻഡ് വിർച്വൽ അലയൻസ് മെമ്പേഴ്സ്. അപ്പം ഈ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നോഡ്സ്, ദീസ് നോഡ്സ് ആർ, ഏതാണ് നോഡ്സ് എന്നുള്ളതാണ്, VACCയും അലയൻസ് മെമ്പേഴ്സും ആണ് അതിൻ്റെ നോഡ്സ്. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ആക്ച്വൽ ഓപ്പറേഷനിൽ സംഭവിക്കുന്നത്, ഒരു വിർച്വൽ എന്റർപ്രൈസിന്റെ ആക്ച്വൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ. അതിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ഓഫ് ലൈക്ക് ദിസ് വൺ.
ഈ ഒരു സംഭവം പോലെ. അതായത് VACCയും കുറേ അലയൻസ് മെമ്പേഴ്സും ഉണ്ട്. അതാണ് റണ്ണിങ് നോഡ്സ്. ഓക്കെ, ഇൻട്രാനെറ്റിലുള്ള റണ്ണിങ് നോഡ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ, 3 VACC അലയൻസ് മെമ്പേഴ്സും, 2 VACC ആൻഡ് വെർച്വൽ അലയൻസ് മെമ്പേഴ്സ്. ഓക്കെ, VACC എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും VACCനെ. ഓക്കെ, VACC ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഓൺ എ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ആക്ച്വലി. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ഇന്റർനെറ്റ് ഏജന്റ് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി വാട്ട് ഇറ്റ് സീസ് ദാറ്റ് ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സയൻസിൻ്റെ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റം അല്ലെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഇറ്റ് ഈസ് ട്രൈങ് ടു ഇംപ്ലിമെന്റ് അല്ലെ ദ സിസ്റ്റം ഫങ്ഷൻ. ഓക്കെ, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഇംപ്ലിമെന്റിങ് ദ സിസ്റ്റം ഫങ്ഷൻ. ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് പ്ലാറ്റ്ഫോമിലൂടെ കൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ മോഡൽ. ഓക്കെ, സോ ഇത്രയുമാണ് ഈ 4 മോഡൽസ് ആണ് നിങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ കാണുന്ന ഒരു ഏജന്റ് ടെക്നോളജി ആൻഡ് ഗ്രിഡ് നോഡ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിനാണ് ഏജന്റ് ബേസ്ഡ് VACC ആൻഡ് ഏജന്റ് ബേസ്ഡ് അലയൻസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഫിഗറാണ് AB എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് A എന്ന് പറയുന്നത് ഏജന്റ് ബേസ്ഡ് VACC ആണ്. ഓക്കെ, ഏജന്റ് ബേസ്ഡ് VACC, അതായത് VACC ഏജൻസ് VACCന്റെ കാര്യങ്ങൾ മാർക്കറ്റിംഗ്, അത് അവരുടെ ആ ഒരു സൈഡ്. ഓക്കെ, ഫയർ വാൾ അതിൻ്റെ സൈഡ്. ഇതെന്ന് പറയുന്നത് ഏജന്റ് അലയൻസ് മെമ്പേഴ്സിന്റെ സൈഡ്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന നടുവിൽ എന്താ ഇന്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഒരു മാനുഫാക്ചറിങ് അലയൻസ് മെമ്പേഴ്സിലുള്ള എല്ലാ മെമ്പേഴ്സിനും അവരുടേതായ ഒരു മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്. ഒരു പർട്ടിക്കുലർ കൺട്രോൾ ഫങ്ഷന് നമുക്ക് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നതിനാണ് ഈ ഏജന്റ് ടെക്നോളജി ആൻഡ് ഗ്രിഡ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത്, അല്ലെ, ഗ്രിഡ് നോഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെ അതൊരു എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ സെൻട്രലൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരുന്നു, അതിൻ്റെ ഒരു ഫിഗറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, A and B രണ്ടും കൂടിയിട്ട്. സോ ദ ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ ഓഫ് ഏജന്റ് ബേസ്ഡ് ഡിജിറ്റൽ ടെക്നോളജി, റൈറ്റ്, ബോത്ത് ആർ കണക്റ്റഡ് ടു ദ ഇൻട്രാനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി വൈഡായിട്ട് ഇത് കാണിച്ചെന്ന് മാത്രം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ റെഡി അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലിലോട്ട് കടക്കാം. ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്, ഓക്കെ, ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സയൻസ് വളരെ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ്, വളരെ വേറെ പല ഫീൽഡുമായിട്ട് ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സയൻസ് എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഈസ് ഫോംഡ് ബൈ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് അക്രോസ് മെനി ഫീൽഡ്. കുറേ ഫീൽഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന് ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഓഫ് തിയറട്ടിക്കൽ സിസ്റ്റം ഓഫ് ഡീറ്റെയിൽ മാനുഫാക്ചറിങ് സയൻസിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തരങ്ങളിലാണ് പറയാം. അപ്പം കോർ ഓഫ് തിയറട്ടിക്കൽ ബേസിസ് ആൻഡ് ക്രൂഷ്യൽ തിയറട്ടിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ടാണ് പറയാം. ഓക്കെ, തിയറട്ടിക്കൽ സപ്പോർട്ടും കോർ തിയറട്ടിക്കൽ ബേസിസ്. ഓക്കെ, സോ കമ്പ്യൂട്ടേഷണൽ മാനുഫാക്ചറിങ് ഇൻഫോർമാറ്റിക്സ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടിംഗ് മാനുഫാക്ചറിങ് എന്ന് വേണമെങ്കിൽ പറയാം. കമ്പ്യൂട്ടിംഗ് മാനുഫാക്ചറിങ് ആൻഡ് മാനുഫാക്ചറിങ് ഇൻഫോർമേഷൻ. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് കോർ ഓഫ് തിയറട്ടിക്കൽ ബേസിസിൽ വരുന്നത്. ഓക്കെ, തിയറട്ടിക്കൽ ബേസിസിന്റെ കോർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ക്രൂഷ്യൽ തിയറട്ടിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത് മാനുഫാക്ചറിങ് ഇന്റലിജൻസ്, ബയോണിക് മെക്കാനിക്സ് ആൻഡ് ടെക്നിക്കൽ മാനേജ്മെന്റ്. ഓക്കെ, ഇത് 3 വരുന്നത്. സോ ഒരു ഓവറോൾ ഫ്രെയിംവർക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു തിയറട്ടിക്കൽ സിസ്റ്റത്തിന്റെ ഓവറോൾ ഫ്രെയിംവർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടിംഗ് മാനുഫാക്ചറിങ് ഇൻഫർമേഷൻ, ബയോണിക്സ്, ഇന്റലിജൻസ് ആൻഡ് ടെക്നിക്കൽ മാനേജ്മെന്റ്, ഇന്റലിജൻസ് മാനുഫാക്ചറിങ്, ഇതൊക്കെ
പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഒരു തിയറി സപ്പോർട്ട് സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിലോട്ടായിരിക്കും. ഒരു തിയറി സപ്പോർട്ട് സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദി സബ്ജക്ട്സ് ഇൻക്ലൂഡ്. ഓക്കെ, അപ്പം അതിന് സപ്പോർട്ട് ഒരു തിയറട്ടിക്കൽ ബേസിസ് ഉണ്ട്. കോർ തിയറട്ടിക്കൽ ബേസിസ് എന്നുള്ള രീതിയിലാണ് കമ്പ്യൂട്ടേഷണൽ മാനുഫാക്ചറിങ്ങും മാനുഫാക്ചറിങ് ഇൻഫർമേഷൻസും വരുന്നത്. ഇറ്റ്സ് ക്രൂഷ്യൽ തിയറട്ടിക്കൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് മാനുഫാക്ചറിങ് ഇന്റലിജൻസ്, ബയോണിക് മെക്കാനിക്സ് ആൻഡ് ടെക്നിക്കൽ മാനേജ്മെന്റ് വരുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഡിജിറ്റൽ എക്സ്പ്രഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്സ്, അതിൻ്റെ ഫിസിക്കൽ വേരിയബിൾസ്, എത്ര റിലവൻറ്റ് കാൽക്കുലേഷൻ പ്രോബ്ലംസ്, ആ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ എന്താ പറയുക കോംപ്ലക്സിസിറ്റി ബൈ കമ്പ്യൂട്ടർ, ഇതൊക്കെ കമ്പ്യൂട്ടേഷണൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, വൈബ്രേഷൻ, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ. ജോമെട്രിക് വേരിയബിൾസ് എന്ന് പറയുന്നത് എറർ, ഡിസ്പ്ലേസ്മെന്റ്സ്. കാൽക്കുലേഷൻ പ്രോബ്ലംസ് ഉദ്ദേശിക്കുന്നത് സം പ്രോസസ് മോഡലിംഗ്, കൺട്രോൾ മോഡലിംഗ്, മാനേജ്മെന്റ്, ഷെഡ്യൂളിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് ഇഷ്യൂസ് ഇൻ മാനുഫാക്ചറിങ് സിസ്റ്റംസ് ആർ റിഡ്യൂസ്ഡ്, ഓക്കെ, ടു ദ കാൽക്കുലേഷൻ മോഡൽസ്, ഓക്കെ, ദാറ്റ് ആർ ഫോർമൽ ആൻഡ് ന്യൂമറിക്കൽ. ആ ഒരു രീതിയിലാണ് കമ്പ്യൂട്ടേഷണൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ദാറ്റ് ഇസ് വൈ വി കോൾ ഇറ്റ് ആസ് കോർ ഓഫ് തിയറിറ്റിക്കൽ ബേസിസ്. ഓക്കെ, രണ്ടാമത്തത് വരുന്നത് മാനുഫാക്ചറിങ് ഇൻഫർമേഷൻസ് ആണ്. അതായത് മെറ്റീരിയലൈസേഷൻ, മാനുഫാക്ചറിങ്, അതിൻ്റെ പ്രിൻസിപ്പൽസ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി മാനുഫാക്ചറിങ് ഇന്റലിജൻസ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേട്ടില്ലേ നിങ്ങൾ? ന്യൂട്രൽ നെറ്റ്വർക്ക്, ഫസ്സി ലോജിക് കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് മാനുഫാക്ചറിങ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന പാർട്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ തിയറട്ടിക്കൽ സപ്പോർട്ട്, ക്രൂഷ്യൽ തിയറട്ടിക്കൽ സപ്പോർട്ട് തിങ്. ബയോണിക്സ്, ഓക്കെ, അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സും ലൈഫ് പ്രോസസ്സും തമ്മിലുള്ള ഒരു ഇന്റർ ഡിസിപ്ലിനറി എലമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലൈഫ് സയൻസും മാനുഫാക്ചറിങ് സയൻസും തമ്മിലുള്ള ഇന്റർ ഡിസിപ്ലിനറി എലമെന്റ് ആയിട്ടാണ് ബയോണിക് മെക്കാനിക്സിനെ പറയുന്നത്. And the last one is technical management, which involves fusion of digital manufacturing science and management science. Okay, so അത് റിലേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി ലൈക്ക് എന്താ പറയുക, റാപ്പിഡ് റെസ്പോൺസ് ടു മാർക്കറ്റ്, ഹ്യൂമൻ കമ്പ്യൂട്ടർ എൻവയോൺമെന്റ്, ആ ഒരു രീതിയിൽ എക്കണോമിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഇത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. ഓക്കെ, അക്രോസ് മെനി ഫീൽഡ് ദിസ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് ഈസ് ബീങ് യൂസ്ഡ്. ഓക്കെ, സോ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൻ്റെ കോൺസെപ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങൾ ഇത്രയും പഠിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൽ നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ദർ ആർ ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം, റൈറ്റ്? ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഡെഫിനിഷൻ കടന്നതിന് ശേഷം വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഈസ് തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ്. ഓക്കെ, എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ്, അതിൻ്റെ തിയറി സിസ്റ്റം എന്താണ്? അപ്പോൾ ആ തിയറി സിസ്റ്റത്തിൻ്റെ സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ 3 എണ്ണമാണ്. ലൈക്ക് നമ്മൾ ആദ്യം ഒരു ഓപ്പറേഷൻ മോഡ് ആൻഡ് ആർക്കിടെക്ചർ മോഡ് ഡിസൈൻ ചെയ്യുന്നു അല്ലേ? അതിലെന്താണ് ഓപ്പറേഷൻ മോഡ്, ആർക്കിടെക്ചർ മോഡ് എന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അതൊരു മോഡലിംഗ് തിയറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? മോഡലിംഗ് തിയറി നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദർ ആർ ഡിഫറെൻറ്റ് മോഡലിംഗ് തിയറീസ്. അപ്പോൾ മോഡലിംഗ് തിയറീസ് ഒക്കെ പഠിച്ചു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 സ്റ്റെപ്പ് നമ്മൾ ദോസ് 2 സ്റ്റെപ്സ് അല്ലേ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ആക്ച്വൽ ഡിമാൻഡ് കൺസിഡർ ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ റെഫറൻസ് മോഡും ആർക്കിടെക്ചർ മോഡും പ്രപ്പോസ് ചെയ്യുന്നു. അപ്പം ഈ പ്രപ്പോസ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്താണ് ഓപ്പറേഷൻ റെഫറൻസ് മോഡ്, എന്താണ് ആർക്കിടെക്ചർ മോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. സെക്കൻഡ് വൺ ഈസ് മോഡലിംഗ് തിയറി. കുറേ ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി എന്താണെന്ന് പഠിച്ചു അല്ലേ? MT തിയറി ഒക്കെ പഠിച്ചിട്ടില്ലേ? ജനറലൈസ്ഡ് മോഡലിംഗ് തിയറി എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് മോഡലിംഗ് ടെക്നിക്സ് പഠിച്ചു. അപ്പം ഇത് രണ്ടും ബൈ യൂസിങ് ഫസ്റ്റ് ആൻഡ് ടു, ഓക്കെ, നമ്മൾ കമ്പയറിങ് ഓൺ ബേസിസ് ഓഫ് ഫസ്റ്റ് ആൻഡ് ടു, ഈ 2 സ്റ്റെപ്സിൻ്റെ ബേസിസിലായിരിക്കും ലാസ്റ്റ് നമ്മൾ ഒരു തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സോ അതിനു വേണ്ടി സഹായിക്കുന്ന ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഫങ്ഷൻ മോഡൽ, ഇൻഫർമേഷൻ മോഡൽ, ഓപ്പറേഷൻ ആൻഡ് കൺട്രോൾ മോഡൽ ആൻഡ് ഓർഗനൈസേഷൻ മോഡൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസിൻ്റെ
ഐഡിയയും അതിൻ്റെ തിയറി സിസ്റ്റം ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് സയൻസും ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ hope you all remember what is a digital manufacturing. Digital manufacturing is an integrated approach to the manufacturing. Okay, അത് പല സിമുലേഷൻ, 3D വിഷ്വലൈസേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് അല്ലെ, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ വേരിയസ് കൊളാബറേഷൻ ഓഫ് ടൂൾസ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിജിറ്റൽ മാനുഫാക്ചറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ നിങ്ങളുടെ മോഡ്യൂൾ 6 കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ എല്ലാ മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ ഓക്കെ സാർ.